അമ്മായി ജനലിന്റെ അടുത്ത് വന്ന് നിൽപ്പുണ്ട്. ഇപ്പൊ അങ്ങോട്ട് നോക്കരുത്. മാഡം, അപ്പുറത്ത് രമ്യം വന്ന് നിൽപ്പുണ്ട്. രാജു, നമ്മളിങ്ങനെ ഒന്നും മിണ്ടാതെ നിന്ന ശരിയാവില്ല. സത്യം പറയാലോ, ഇപ്പോഴാണ് ജീവിതത്തിന് ഒരു അർത്ഥം വന്നതുപോലെയൊക്കെ എനിക്ക് തോന്നുന്നു. ഋതിക മാഡത്തിന് അറിയാമോ ഞാൻ എത്ര ഭാഗ്യവാനാണെന്ന്? അതെന്താ രാജു ഇത്ര ഭാഗ്യവാനാണെന്ന് പറയാൻ കാരണം? ആ, മാഡത്തിനെ എനിക്ക് കിട്ടിയില്ലേ? ഇതിൽ കൂടുതല് എന്ത് ഭാഗ്യ എനിക്ക് വരാനുള്ളത്? എത്ര നാളത്തെ എന്റെ കാത്തിരിപ്പാണ് ഇപ്പൊ സഫലമായതെന്ന് രാജുവിന് അറിയാമോ? അത് എനിക്കെല്ലാം അറിയാം മാഡം. മാഡം എത്രത്തോളം എന്നെ സ്നേഹിച്ചിരുന്നു എന്നും എത്രമാത്രം എനിക്ക് വേണ്ടി കാത്തിരുന്നു എന്നും എല്ലാം എനിക്കറിയാം. പക്ഷെ ഒരുമിക്കാനുള്ള സമയമാകുമ്പോഴേ ഒരുമിക്കാൻ കഴിയൂ. നമ്മുടെ സമയം എത്തിയതേ ഉള്ളൂ. ഈ വിവാഹസൂക്ത പൂജ കഴിഞ്ഞാലേ മാഡം എല്ലാ അർത്ഥത്തിലും എന്റെ ഭാര്യയായി കഴിഞ്ഞു. ഈ പൂജ കൂടി കഴിഞ്ഞ എനിക്ക് ധൈര്യത്തോടെ പറയാം, രാജുവാണ് എന്റെ ഭർത്താവെന്ന്. എനിക്കിനി ഈ ജീവിതം മുഴുവൻ അറിയപ്പെടാൻ ഈ ഒരു അഡ്രസ് മതി. രാജുവിന്റെ ഭാര്യ. രാജുവിന്റെ ഭാര്യയാണ് ഋതിക എന്ന്